ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ജിമ്മിൽ വന്നേക്കുവാണ്. അപ്പോൾ എൻ്റെ മെമ്പർഷിപ്പ് കളിച്ചിലെ തീരാറായി. അപ്പോൾ പുതിയൊരു മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതാകുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, അത്യാവശ്യം കുഴപ്പമില്ലാതെന്ന് തോന്നുന്നു. എക്യുപ്മെൻറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇന്ന് കയറിയതൊക്കെ. അപ്പോൾ ഇന്ന് ട്രയലാണ്, ഫ്രീ ട്രയൽ തന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വർക്കൗട്ട് ഡേ അല്ലായിരുന്നു. ഞാൻ ഇന്നലെ റെസ്റ്റ് എടുത്തുകൊണ്ട് ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഇന്നലെ എനിക്ക് കംപ്ലീറ്റ് ബാക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ റെസ്റ്റ് എടുത്ത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹാംസ്ട്രിങ്സും ലെഗ്, മെയിനായിട്ട് ലെഗാണ് നോക്കുന്നത്, പിന്നെ കുറച്ച് ഷോൾഡേഴ്സും. അപ്പോൾ ഇവിടെ കുറച്ച് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഈ മെഷീൻസിൻ്റെയൊക്കെ വർക്കിംഗ് പ്രോപ്പറാണെന്നും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിപ്പോൾ പോയിക്കൊണ്ടിരുന്ന ജിമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾട്ട് ഫിറ്റിൻ്റെ ജിമ്മാണ്. അപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡാണ് ചില സമയത്ത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ജിമ്മിലേക്ക്. പക്ഷേ ആ ജിമ്മുകാർ നല്ല സപ്പോർട്ടീവാണ് കേട്ടോ. ബാക്കിയുള്ള ജിമ്മുകാർ കണക്കല്ല, ആ ജിമ്മുകാർ അത്യാവശ്യം നല്ല സപ്പോർട്ടീവാണ്. പക്ഷേ എനിക്കിപ്പം എൻ്റെ ടൈമിങ്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ, എനിക്ക് അടുത്തൊരു ജിമ്മുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒന്ന് കാർഡിയോ ചെയ്ത് വൈകിട്ട് പോയി വർക്കൗട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ പുതിയ എൻ്റെ റൂമിനടുത്ത് തന്നെ തുടങ്ങിയേക്കുവാ. അപ്പം ഒന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും വരുമായിരിക്കാം. സൺഡേസ് ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. അത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ചില ജിമ്മുകളൊന്നും സൺഡേസ് ഇവിടെ ഓപ്പൺ ചെയ്യാറില്ല. അത് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ കഴിഞ്ഞ സൺഡേ നോക്കിയപ്പോൾ ഇത് ക്ലോസ്ഡ് ആയിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഈ സൺഡേ ഇപ്പോൾ ഓപ്പൺ ആണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് കസ്റ്റമേഴ്സ് വളരെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടിട്ട് ജിമ്മ് അത്യാവശ്യം ബേസിക്കാണ്, കുഴപ്പമില്ല. എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. കുറച്ച് കൺജസ്റ്റഡ് പോലെ തോന്നുന്നു, പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. അവർക്കൊരു വീഡിയോഗ്രാഫി എസ്തെറ്റിക്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ മെയിൻ നോക്കാൻ വന്നേക്കുന്ന കാര്യം അത് തന്നെ. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണോ, അവർ ഓക്കെ ആണോ, കംഫർട്ടബിളാണോ എന്നൊക്കെ നോക്കിയിട്ട് ഞാനൊരു മെമ്പർഷിപ്പ് എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാമപ്പ് സെഷനൊക്കെ ചെയ്യുന്ന സ്ഥലം വേറെ താഴെയുണ്ട്. ഇത് ജസ്റ്റ് വർക്കൗട്ട് സെഷൻ സ്ഥലമാണ്. അപ്പം താഴെയാണ് കാർഡിയോയും കാര്യങ്ങളെല്ലാം താഴെയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഈ ബാഗ് എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിട്ട് തുടങ്ങാം. ഒഴിവാക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ജിം ബാഗ്. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്കിതിനകത്ത് കൊള്ളും. പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ലേ. ഇത് ഇങ്ങനെ ഇടാം, നമുക്ക് നോർമൽ ബാഗ് കണക്ക് തന്നെ ഇങ്ങനെ ഇടാം. പിന്നെ അടിയിൽ ഷൂ കമ്പാർട്ട്മെൻറ്റ് വേറെ ഉണ്ട്. കുറേ അധികം മുറകളുണ്ട്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് വാങ്ങിച്ചത്. കാരണം ക്യാമറ കൊണ്ട് നടക്കുന്ന സമയത്ത് വാട്ടർ പ്രൂഫ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ ആയതുകൊണ്ട് ബാംഗ്ലൂർ എപ്പോൾ മഴ പെയ്യും എപ്പോൾ മഴ പെയ്യത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അങ്ങനെ ഫൈനലി നമ്മൾ ഡ്രസ്സും മാറി. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ. വീഡിയോയ്ക്ക് അതൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ കാണാൻ. ജിമ്മും ഔട്ട്ഫിറ്റും ആ ലൈറ്റിങ്ങും എല്ലാം വീഡിയോയ്ക്കകത്തെ ശേഷം നല്ല രസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കളർ നാച്ചുറൽ ലൈറ്റ് പുറത്തുനിന്ന് വരുന്നുണ്ട്. ഒരു ബ്ലൂ ടോൺ ലൈറ്റാണ് പുറത്തുനിന്ന് വരുന്നത്. പിന്നെ ഓൾറെഡി ഇതിനകത്തൊരു അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് അവർ ലെഗ് സെഷൻ. ഞാൻ മാത്രമേ ഉള്ളൂ ജിമ്മിൽ, വേറെ ആരുമില്ല. അതെനിക്ക് എന്തോ ഒരു ലക്കിൻ്റെ പേരിൽ കിട്ടിയതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോർമലി വാമപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നേരെ ഏതെങ്കിലും ഒരു ലെഗ് മെഷീനിലോട്ട് പോവാം. ബാക്കും ഷോൾഡറും ഒക്കെ അടിച്ചിട്ട് ഇപ്പോൾ വർക്കൗട്ട് ഒറ്റയ്ക്കായതുകൊണ്ടേ നല്ല രീതിയിൽ ഞാൻ ഇൻറ്റൻസിറ്റി കൂട്ടി. അപ്പം ബാക്കും ഷോൾഡറും ഒക്കെ കുറേ നാൾക്ക് ശേഷം ആ പെയിൻ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. സാധാരണ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് പെയിൻ വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇൻറ്റൻസിറ്റി നല്ലോണം കൂട്ടി. അപ്പം ബാക്കൊക്കെ നല്ല പെയിനായിട്ടെന്ന് വെച്ചാൽ പെയിൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ മസിൽ പെയിൻ വരത്തില്ലേ വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം, ആ പെയിൻ ഉള്ളൂ. എനിക്ക് ആ ഇഷ്ടമാണ് ആ ഒരു പെയിൻ.
ഓക്കെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും മസിലിന് വലിയ സ്റ്റിഫ്നെസ് ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും 2 സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. സ്റ്റിഫ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഡൗട്ടായിട്ടിരിക്കുന്നത്. സ്മിത്ത് മെഷീനകത്തുണ്ട്. ഇത് മൊബിലിറ്റി സ്മിത്ത് മെഷീനാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ എടുക്കുന്ന കണക്കല്ല, മേളിലും മൂവ് ചെയ്യുന്നൊരു ടൈപ്പ് സ്മിത്ത് മെഷീനാണ്. പിന്നെ അവിടെ കുറച്ച് ഹാക്ക് സ്കോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ കാണാത്തൊരു ടൈപ്പ് മെഷീനാണിത്. ഇത് പറഞ്ഞാൽ നമുക്ക് സ്മിത്ത് ചെയ്യുന്ന സമയത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റേസായി കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നിന്ന് സ്ലൈഡ് ആവും. അപ്പം നമുക്ക് ഫുൾ ടൈം സപ്പോർട്ട് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകത്തില്ല. നമ്മുടെ ഷോൾഡർ ഒരു സൈഡിലോട്ട് മാറി പോകത്തില്ല, ഇംബാലൻസ് വരത്തില്ല. ഇതിനകത്താകുമ്പോഴത്തേക്കെല്ലാം പ്രോപ്പറായിട്ട് എന്താ ആ ഒരു പ്രത്യേകതയുണ്ട്. ഇതങ്ങനെ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു മെഷീനല്ല. പക്ഷേ ഇവിടെ ജിമ്മുകളിൽ എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുന്നൊരു മെഷീൻ ഇതാണ്. കാരണം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും ട്രെയിൻ ചെയ്യിപ്പിക്കാനും എളുപ്പമാണ് കുറച്ചും കൂടി. ഫ്രീ വെയ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും സ്മിത്ത് മെഷീനകത്ത് ഇതൊരു ഫ്രീ വെയ്റ്റ് ടൈപ്പ് സ്മിത്ത് മെഷീനാണ്. അപ്പം ആൾക്കാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ബെഞ്ച് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് വർക്കൗട്ടും ചെയ്യിപ്പിക്കാം. ഇതിനകത്ത് സേഫ്റ്റി പാഡ്സ് ഇവിടെ എവിടെയെങ്കിലും കാണും. സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ റാക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ റാക്കൊന്നും കാണുന്നില്ല. റാക്ക് ഉണ്ടാവേണ്ടതാണ്. സാധാരണ റാക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് റാക്കിൻ്റെ ആവശ്യമില്ല. ഞാൻ അധികം ഡീപ്പ് പോകുന്നില്ല. അപ്പം പൊങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ആരും ഇല്ലെന്ന് സഹായിക്കാൻ. ഓ, കൊള്ളാം. കറക്റ്റ് കിട്ടേണ്ട സ്ഥലത്ത് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ മെഷീനകത്ത് ഞാൻ ഹാപ്പിയാണ്. നമുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമുക്ക് ഷോൾഡർ പ്രസ് ചെയ്യാം, പിന്നെന്തോ ട്രാപ്സിന് ചെയ്യാം, ഡെഡ് ലിഫ്റ്റ് ചെയ്യാം, ബാക്ക് റോയിങ് ചെയ്യാം. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ പിന്നെയും കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് പ്രസ് ചെയ്യാം, ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ചെയ്യാം. നമ്മുടെ മൈൻഡിൽ നമുക്ക് ഏതൊക്കെ ഐഡിയ വരുന്നു അതിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഗുഡ്. അപ്പോൾ എന്തായാലും ഈ മെഷീൻ ഒരു മുതൽക്കൂട്ടാണ്. ഞാനിങ്ങോട്ട് മാറുകയെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് ഇവിടുത്തെ ക്രൗഡ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പറഞ്ഞത് ക്രൗഡ് വലിയ കുഴപ്പമില്ലെന്നാണ്. പക്ഷേ ഈ ഏരിയയിലൊന്നും ഇത്രയും വലിയൊരു ജിമ്മില്ല, കുറച്ച് ദൂരെ പോകണം. ഡൺ. അപ്പോൾ എന്തായാലും ഞാൻ അധികം ചെയ്യുന്നില്ല. കാരണം മിക്കുള്ള മെഷീൻസെല്ലാം എനിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു വാമപ്പ് സെറ്റ് പോലെ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. വീണ്ടും നാളെ പോയി ലെഗ് അല്ലെങ്കിൽ ബാക്ക് ചെയ്യാനുള്ളതാണ്. അതെന്തായാലും ആ മെഷീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത മെഷീനിലോട്ട് പോവാം. അടുത്ത മെഷീൻ ഇതും ലെഗ്സിൻ്റെ മെഷീനാണ്. ഇത് ഞാൻ നാട്ടിൽ പോകുന്ന ജിമ്മിലുണ്ട്. ഇവിടെ വന്നിട്ട് ഞാനിത് മിസ് ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു ജിമ്മിലും ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ഇടങ്കലുള്ള എല്ലാ ജിമ്മിലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി ഞാനിത് ഇവിടെ കണ്ടപ്പോൾ സർപ്രൈസായി.
ഇത് ഞാൻ എടുക്കുക, ഇവിടെ പിടിക്കുക, ഡൗൺ അപ്പ്. സംഭവം ഇത്രയേ ഉള്ളൂ, ഡൗൺ അപ്പ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സൈഡ് രണ്ടും വെയിറ്റ് ഇടണം. ഇനി ഇവിടെ ലെവറുണ്ട്, ലെവർ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ്. കുറച്ച് വെയിറ്റ് ഇടാം. എത്ര കിലോ ഇടണം? എത്ര കിലോയാ? 20 കിലോയാ? 10 കിലോ? 10. ഇതെത്ര? ഇതും 10. 15. 15. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വെയിറ്റ് വിടാം. 15 കിലോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഹൈ ഹൈ. ഇവിടെ കൊടുക്കണ്ട, മെയിൻ ഇവിടെ കൊടുക്കാം. ഓ ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ബെൽറ്റ് താഴണം. പക്ഷേ ഏറ്റവും ഈസ്റ്റിലാണ് ഇട്ടേക്കുന്നത്. ഇത് കുറച്ചും കൂടി താഴണം. ഇത് ബെൽറ്റ് ഇട്ടേക്കുന്ന ഏറ്റവും കുറവില്ല, പക്ഷേ ഇത് പിടുത്തം വരുന്ന എനിക്ക് നടുവിനൊരു ചെറിയ പിടുത്തം വരുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് ഇത്രയെങ്കിലും ടൈറ്റ് വന്നാലേ നമുക്കൊരു എഫക്റ്റ് കിട്ടും. ഇത് വേറെ എവിടെയെങ്കിലും കൊടുത്താൽ ബാക്ക്, ലോവർ ബാക്കിനാണ് പിടിക്കുന്നത്. ഇപ്പം ശരി. 6, 7, 8, 10. അത് ഓക്കെ ആയിരുന്നു. അതും 2 സെറ്റ് കഴിഞ്ഞ്. ഓക്കെ, അതും ഓക്കെ. പക്ഷേ ആ ബെൽറ്റ് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. ഞാൻ അധികം വർക്കൗട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്നെനിക്ക് കാർഡിയോ ഡേ ആണ് വരുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ ഒരുപാട് നടന്ന് ഏകദേശം 10 കിലോമീറ്ററോളം വർക്കിനിടയിൽ എനിക്ക് നടക്കേണ്ടി വന്നു. ഞാൻ പിന്നെ കബൺ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചൊന്നും അവിടെ നടന്നു. അതുകൊണ്ട് എനിക്കിന്ന് മൊത്തത്തിൽ ടയേർഡായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇന്നലെ വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെയുള്ള മെഷീൻസിൻ്റെ മെക്കാനിക്സ് ഒന്ന് നോക്കണം. മെഷീൻസിൻ്റെ മെക്കാനിക്സ് പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാൻ വന്നിട്ട് കാര്യമുള്ളല്ലോ. അപ്പം അത് മെയിനായിട്ട് നോക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഈ ഒരു മെഷീൻ ഇവിടുത്തെ മിക്കുള്ള ജിമ്മുകളിലും ഇല്ലാത്തൊരു സാധനമാണ്. ഷോൾഡർ റേസസ് ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞ ഈ മെഷീനാണ്. ഇതും നമുക്ക് 2 എണ്ണം ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ നിന്നുകൊണ്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും ചെയ്യാൻ പറ്റും. അതുകൂടാതെ റിവേഴ്സും ചെയ്യാൻ പറ്റും.
ഇത് നല്ല നല്ല ഡീപ്പായിട്ട് നമുക്ക് ഹാംസ്ട്രിങ്സിന് പിടിക്കും. ഓക്കെ, അത് കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല രീതിയിൽ ബാക്ക് ഹാംസ്ട്രിങ്സിന് പിടിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പിന്നെ ഇല്ല എന്ന് ശ്രദ്ധിച്ചൊരു സാധനം, ഡെഡ് ലിഫ്റ്റ് പാഡില്ലേ, ചിലപ്പോൾ ഞാൻ താഴെ കാണുമായിരിക്കും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഡെഡ് ലിഫ്റ്റ് പാഡ് ഞാൻ കണ്ടായിരുന്നു. താഴെ കാണുമായിരിക്കും, താഴോട്ട് മാറ്റി വെച്ച് കാണും. കാരണം ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നും അതും കൂടി വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ക്രൗഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ആരോ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പേര് മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് വർക്കൗട്ടായില്ല. അപ്പോൾ എന്തായാലും ഇത് കണ്ട ചെറുതാണെന്ന് തോന്നും, പക്ഷേ ഈ സാധനം 20 കിലോ ആണ്. 20 കിലോ ഉണ്ട് ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ പിടിക്കുന്നുമുണ്ട് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഇതിനകത്തും കൂടി ഒരു സെറ്റും കൂടി ചെയ്യാം. നല്ല മഴക്കോളുണ്ട് പുറത്ത്. ഞാനാണെങ്കിൽ തുണി കഴുകിയിട്ടിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, 1 2 3 4 5 6 7. അത് കൊള്ളാം. അങ്ങനെ അതും തീർന്നു. ടിഷ്യൂ പേപ്പറെല്ലാം വെച്ചായിരുന്നു നമുക്കതിനെ തിളച്ചോട്ട് പോകായിരുന്നു. അങ്ങനെ അത് കൊള്ളാം. ആരോ റീറാക്ക് ചെയ്യാതെ വെച്ചിട്ട് പോയ സാധനമാണ്. ഇതെല്ലാം ഞാൻ ചെയ്തില്ലേ, റീറാക്ക് ചെയ്തേക്കാം. ജിമ്മിൽ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക പ്ലീസ്. ആരും ഈ സാധനങ്ങൾ നിങ്ങളിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചിട്ട് പോയതാണെങ്കിൽ പോലും റീറാക്കാൻ ശ്രമിക്കുക. എന്തിനാണ് വെറുതെ പറയുന്നത് ബാക്കിയുള്ളവർ ചെയ്തിട്ട് പോയതാന്ന്? നമ്മളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ് റീറാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തിട്ട് അടുത്തെടുക്കാം. ആയിട്ട് നമുക്ക് ഷോൾഡർ പ്രസ് ചെയ്യാം. ഒരു 2 വേരിയേഷൻ ഷോൾഡറിനും കൂടി ചെയ്തിട്ട് നിർത്താം. അപ്പം ഞാനത് ഓൾറെഡി 2 സെറ്റും കൂടി ചെയ്തു. അത് ചെയ്തിട്ടപ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ഇവിടെ AC ഓഫാക്കിയെന്ന് തോന്നുന്നു. ആരില്ലാത്തതുകൊണ്ട്, പക്ഷേ ഇവിടെ വെൻറ്റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ചൊരു സഫക്കേഷൻ ഫീലിംഗ് ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഉള്ളപ്പം AC ഓഫാക്കാൻ പാടില്ലാത്തതാണ്. ഓക്കെ, ഇതൊക്കെ ബേസിക്കായിട്ട് എല്ലാ ജിമ്മിലുള്ള മെഷീൻസാണ്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിൽ മെഷീൻ വാങ്ങിച്ചങ്ങ് നിറയ്ക്കുമ്പം ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചാൽ പോരെ. ഇപ്പോൾ തന്നെ ലാറ്റ് പുൾ ഡൗൺ മൾട്ടി മെഷീൻ ഇവിടെ ഉണ്ട്. ലാറ്റ് പുൾ ഡൗണും സീറ്റഡ് ഡ്രോയിങ്ങും. ആഹാ, ഇവിടെ മറ്റേ ഗ്രിപ്പുണ്ട്. അത് നല്ല കാര്യം. ലാറ്റ് പുൾ ഡൗണിൻ്റെ മൾട്ടി മെഷീൻ ഇവിടെ ഉണ്ട്, സീറ്റഡ് ഡ്രോയിങ്ങും കൂടി വരുന്നത്. പിന്നെ എന്തിനാണ് ഈ മെഷീൻ? ഓൾറെഡി അതൊരു ലാറ്റ് പുൾ ഡൗൺ മെഷീനാണ്. ഇവിടെ ഒരു ലാറ്റ് പുൾ ഡൗൺ മെഷീൻ. ഇത്രയും വലിയൊരു ഹ്യൂജ് മെഷീൻ അവിടെ മൊത്തം ഓക്യുപ്പൈ ചെയ്യല്ലേ സ്പേസ്. പിന്നെ ഇപ്പം ഷോൾഡർ പ്രസ്, ഇത് ഷോൾഡർ പ്രസ് മാത്രമാണ്. അവിടെ തന്നെ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന മൾട്ടിപ്പിളായിട്ട് നമുക്ക് ചെസ്റ്റും ഷോൾഡറും ചെയ്യാൻ പറ്റുന്ന മെഷീൻ. അപ്പോൾ ഇതിന് പകരം ഇവർക്ക് വേറെ ഏതെങ്കിലും ഒരു മെഷീൻ എടുത്താൽ പോരെ. ഒരു ഫങ്ഷണൽ ട്രെയിനർ അവിടെ കിടപ്പുണ്ട്. അതിന് പകരം ഒരു ഫങ്ഷണൽ ട്രെയിനറും കൂടി എടുത്തായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും. ആവശ്യത്തിന് മാത്രം മെഷീൻസ് എടുത്താൽ പോരെ. ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല,
മിക്കുള്ള എല്ലാ ജിമ്മിലുള്ള കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പമ്പപ്പ് ചെയ്യുന്നേ ഉള്ളൂ, ഒരുപാട് അങ്ങോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പമ്പപ്പ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്ക് ആ വീഡിയോഗ്രാഫിക്ക് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഗുഡ്. അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഫേവറേറ്റ് മെഷീനാണ്. പക്ഷേ മിക്കുള്ള ജിമ്മുകളിൽ ഈ സാധനം വാങ്ങിക്കാറില്ല. പക്ഷേ എല്ലാ ജിമ്മിലും ഇത് വേണം താനും. പക്ഷേ ഇവിടെ വീഡിയോ എടുക്കുന്നൊരു സ്പേസിലല്ല ഇത് വെച്ചേക്കുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹൈറ്റ് കുറച്ചും കൂടി കൂട്ടാം. മോനെ കാണാനുള്ള ലുക്കുകളല്ലേ, ഫങ്ഷണലല്ല. ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. എനിക്കെന്തോ കറക്റ്റായിട്ടത് കിട്ടിയില്ല. ഞാൻ ഇരിക്കുന്നതിൻ്റെ ആണോ അതോ ഇത് ഭയങ്കര ടൈറ്റാണോ? മുന്നോട്ടിരുന്ന് നോക്കിയാലോ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ ഫോർ ആംസ് നല്ല രീതിയിൽ പെയിൻ എടുക്കുന്നത് ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പം എനിക്ക് ഫുള്ള് എൻ്റെ കയ്യിൽ വന്ന് ആ ടൈറ്റ്നെസ് ഫീലാകുമ്പോൾ എനിക്കിത് പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഴപ്പം മെഷീൻ്റെ കുഴപ്പമല്ല. അപ്പോൾ എന്നാൽ നമുക്ക് ലാറ്ററൈസ് ചെയ്ത് ഷോൾഡർ ഇതിനകത്ത് തന്നെ ചെയ്യാം, ഡമ്പളിൽ തന്നെ ചെയ്യാം. പക്ഷേ എനിക്ക് വീഡിയോക്കകത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടുത്തെ ഗോൾഡ് ജിമ്മിൽ പോലും ഇല്ലാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഒരു സാധനം ഇപ്പോൾ ഇവിടുത്തെ ഗോൾഡ് ജിമ്മിൽ പോലും ഇല്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടപ്പോൾ ഒരു കൊതി. ഓൾറെഡി എൻ്റെ ബാക്ക് നല്ല ടൈറ്റാണ്, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ഇടുന്നില്ല അധികം. പക്ഷേ ഇത് നല്ലൊരു അടിപൊളി ഗ്രിപ്പാണ്. ഇതിൻ്റെ ഫുൾ സെറ്റുണ്ട് ഇവിടെ. നാട്ടിൽ പോകുമ്പം ഞാൻ പോകാറുള്ള ജിമ്മിൽ ഇതെല്ലാം ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ തീരുമാനം എടുത്തു, നമ്മൾ അടുത്ത മാസം ജിം മാറുന്നു. അതുപോലെ തന്നെ ഇവിടെ സീറ്റഡ് ഡ്രോയിങ്ങിനും അതിൻ്റെ സെയിം ഗ്രിപ്പുണ്ട്. ഇതൊരു മാരകമായിട്ടുള്ളൊരു ഗ്രിപ്പാണ് കേട്ടോ. അത് പുതിയ ആര് കണ്ടുപിടിച്ച് ഡിസൈൻ ചെയ്തതാണെങ്കിലും സംഭവം സെറ്റ് സാധനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതോടെ ചെയ്തിട്ട് ഈ വർക്കൗട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടുത്തെ ഫ്രെയിംസ് രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട് വീഡിയോക്കകത്തൊക്കെ. ഇപ്പോൾ അതേ എൻ്റെ ഫുൾ അപ്പർ ബോഡിയും ലോവർ ബോഡിയും നല്ല പമ്പായിരിക്കുന്ന സമയമാണ്.
അങ്ങനെ നമ്മുടെ വർക്കൗട്ട് അവിടെ തീർന്നു ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് കാർഡിയും കൂടി ചെയ്തിട്ട് ഞാൻ പോവാം. താഴത്തെ സെക്ഷനും കൂടി നോക്കണം, കാർഡിയോ മെഷീൻസും കൂടി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ഞാൻ ഇവിടെ ചെയ്യുക. അപ്പം മിക്കവാറും ഞാൻ ഇങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ജിം എനിക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഔട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ, മേ ബി നെക്സ്റ്റ് മന്ത് നമ്മൾ ഈ ജിമ്മിലോട്ട് മാറുന്നതായിരിക്കും. ഇതാണ് ഗൈസ് ഇവരുടെ ഗ്രൂപ്പ് സെഷൻ പറ്റിയ സ്ഥലം. ഭയങ്കര വലുതാണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു ഞാൻ ദേ ഇറങ്ങുവാണ്. ഇവർക്ക് ഡെഡ് ലിഫ്റ്റ് ട്രാക്ക് ഇല്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ സ്മിത്ത് മെഷീനകത്ത് തന്നെ ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അത് ചെയ്യുമ്പം ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ജിം ഞാൻ ഓക്കെയാണ്. ഞാൻ മിക്കവാറും അടുത്ത മാസം ഇങ്ങോട്ട് മാറും. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ അവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ പിന്നെ 4 കിലോമീറ്റർ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ പോകണം. എൻ്റെ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് 6 മണിയാവും, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 6-7 മണിയാവും. പിന്നെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ആ ഏരിയ മൊത്തം നല്ല ക്രൗഡഡാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ ക്രൗഡ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വെർത്തായിരിക്കും തോന്നുന്നു. ഇപ്പോൾ എന്തായാലും ഇവിടെ ലൈറ്റ് പോലും ഞാൻ ഇട്ടിട്ടില്ല, ലോ ലൈറ്റിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വർത്തിട്ടാണ്. ഞാൻ ഇനി പുറത്തോട്ടെ ഇതും കൂടി കാണിച്ചു തരാം. ഓക്കെ, പുഷ്. ഇവിടെ വാഷ്റൂമും സ്റ്റീം ബാത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു മാസം ഒരു സ്റ്റീം ബാത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഓ ഫുൾ ടച്ചാണല്ലോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിത് ഭയങ്കര വലുതായിട്ടൊന്നും തോന്നത്തില്ല, പക്ഷേ എനിക്ക് തോന്നി അകത്ത് ഇതിൻ്റെ വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ പറ്റിയൊരു ജിമ്മായിരിക്കും. പിന്നെ എക്യുപ്മെൻറ്റ്സിന് ആദ്യം വന്ന സമയത്ത് അധികം എക്യുപ്മെൻറ്റ്സ് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടി കൊടുത്തേക്കുന്നത്. അപ്പം ആദ്യം വന്ന സമയത്ത് ഇത്ര എക്യുപ്മെൻറ്റ്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ജിമ്മ് നിറച്ച് എക്യുപ്മെൻറ്റ്സ്. അതെന്തായാലും ഇവിടെ സ്റ്റെയർ മാസ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്, സൈക്കിള്, ചെയറ്, പിന്നെ നമുക്കവിടെ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടി ഉണ്ട് കേട്ടോ. തൊട്ട് ബാക്കിൽ ഒരു പ്രോട്ടീൻ സെക്ഷൻ പോലെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അപ്പം മാക്സിമം നമുക്ക് ഇവരുമായിട്ട് ഒരു നല്ല കൊളാബൊക്കെ ചെയ്ത് നോക്കാം. എന്തായാലും എനിക്ക് ജിം ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടുത്തെ ഓണറുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് വീഡിയോയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു അവർ ഓക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ ജിമ്മ് അഡ്മിഷൻ എടുക്കത്തുള്ളൂ. കാരണം ഞാനിപ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് പിന്നീട് അവർക്ക് അല്ലെ അവരുടെ ക്ലയൻസിന് വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെക്കുറിച്ച് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു തരാം. കാരണം ഞാനിപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ്. അപ്പം ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഏതൊക്കെ ടോപ്പിക്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെന്നും. അതിപ്പം എനിക്കറിയാത്ത ടോപ്പിക്കാണെങ്കിൽ പോലും എനിക്കറിയാവുന്ന ഒരുപാട് കോച്ചുമാരുണ്ട്, ലൈക്ക് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അടുത്തടുത്ത് ഞാനിത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്ത് തരും. കാരണം നമുക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല, എല്ലാം അറിയാമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഫിറ്റ്നസ് ഫീൽഡാണ്. ഇത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്താണ് എനിക്കറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് ഓരോരോ ഫുഡ് ഐറ്റംസ് കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഞാൻ പഠിച്ചത് എൻ്റെ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ ടൈമിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനൊരു സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. നമുക്ക് പുതിയ ക്ലയൻസ് വരുമ്പോഴായിരിക്കും അവരുടെയൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് എല്ലാം അറിയാമെന്നും പറഞ്ഞ് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഫ്രെയിം നല്ല രസമുണ്ട് കാണാനായിട്ടെന്ന്. ഇവർക്കിവിടെ നമ്മുടെ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാനായിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും മീലൊക്കെ കഴിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ തോന്നുന്നു.
അപ്പോൾ എന്തായാലും ഇതാണ് ജിം. എനിക്ക് ഓക്കെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഈ മെഷീനും കൂടി കുറച്ച് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അത്യാവശ്യം വീഡിയോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു ജിമ്മാട്ടോ, അത് ഞാൻ വെറുതെ പറയല്ല. നല്ല ഫ്രെയിമുകൾ ഒരുപാടുണ്ട്, നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയ കുറേ ഫ്രെയിമുകളുണ്ട്. അതുകൊണ്ട് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് തോന്നുന്നു. നല്ല മഴക്കോളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തുതരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞു തരാം. ഇപ്പം കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്താലും മതി, ഞാനത് പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അറിയാത്ത കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ട് പറഞ്ഞു തരാം. എന്തായാലും പറഞ്ഞു തരാതിരിക്കത്തില്ല. ഇതിന് ഗിയറൊക്കെ ഉണ്ടല്ലോ, കൊള്ളാം. ഇതിനകത്ത് സൈക്കിളിനകത്ത് ഗിയറൊക്കെ ഉണ്ട്. സാധാരണ ഇവിടെ മറ്റേ നോബായിരിക്കും, പക്ഷേ ഇതിനകത്ത് ഒരു ഗിയറാണ്. കൊള്ളാം, അത് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ പ്ലാൻസ് ആട്ടോ. ജിം ഇനോഗ്രേഷൻ 23 മാർച്ച് 2025. കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസമായിട്ടുള്ളൂ ജിം ഓപ്പണായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സീ ഓൺ എ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.